റാപ്പർ വേടന്റെ സംഗീത പരിപാടിക്കിടെയുണ്ടായ തിക്കിലും തിരക്കിലും നിരവധി പേർക്ക് പരിക്ക്. കാസർഗോഡ് ബേക്കൽ ബീച്ച് ഫെസ്റ്റിനിടെയാണ് സംഭവം ഉണ്ടായത്. വിവരങ്ങളുമായി ജോസഫ് ആഗസ്റ്റിൻ ചേരുന്നുണ്ട്. ജോസഫ്, റാപ്പർ വേടന്റെ സംഗീത പരിപാടിക്കിടെയുണ്ടായ തിക്കിലും തിരക്കിലുമാണ് ആളുകൾക്ക് പരിക്കേറ്റിരിക്കുന്നത്. കൃത്യമായി എപ്പോഴായിരുന്നു ഈ ഒരു സംഭവം? നിലവിൽ ഇപ്പോൾ എത്ര പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്? ആരുടെയെങ്കിലും പരിക്ക് ഗുരുതരമാണോ? കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? അരുണിമ, ഇന്നലെ രാത്രി 8 മണിയോടുകൂടിയാണ് ബേക്കൽ ബീച്ച് ഫെസ്റ്റിന്റെ ഭാഗമായി റാപ്പർ വേടന്റെ സംഗീത നിശ സംഘാടകർ ഒരുക്കിയത്. ഇതിന്റെ ഭാഗമായി 80,000 പേരിലധികം ഈ ബീച്ച് ഫെസ്റ്റിലേക്ക് ഒഴുകിയെത്തിയെന്നാണ് പോലീസിന്റെ കണക്ക് ഉൾപ്പെടെ പുറത്തു വരുന്നത്. ഈ സംഗീത നിശയ്ക്കിടെയാണ് വലിയ രീതിയിലുള്ള തിക്കും തിരക്കും അനുഭവപ്പെട്ടത്. നിരവധി പേർ കുഴഞ്ഞു വീഴുകയും ശ്വാസതടസ്സം ഉണ്ടാവുകയും ചെയ്തു. നിരവധി പേരെ സമീപത്തെ ഉദുമയിലെയും പള്ളിക്കരയിലെയും ആശുപത്രികളിലും പ്രവേശിപ്പിച്ചു. ഇതിന്റെ ിലുണ്ടായ ഏറ്റവും ദാരുണമായ സംഭവം, ഈ പരിപാടി നടക്കുന്നതിന് തൊട്ടരികളിലൂടെ റെയിൽവേ പാളം കടന്നു പോകുന്നുണ്ട്. ഈ റെയിൽവേ പാളം കടന്നു പോവുകയായിരുന്ന പൂനാച്ചി സ്വദേശിയായ യുവാവിന് ട്രെയിൻ തട്ടി ഇന്നലെ ഗുരുതരാവസ്ഥയിലായിരുന്നു. ഇന്ന് രാത്രിയായപ്പോഴേക്കും ശിവാനന്ദ് മരിച്ചു എന്നൊരു വിവരമാണ് ലഭിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള തിക്കും തിരക്കുമാണ് ഈ ബീച്ച് ഫെസ്റ്റിവലിൽ അനുഭവപ്പെട്ടത്. സംഗീത നിശ തുടങ്ങാൻ 8 മണിക്ക് തുടങ്ങുമെന്ന് പറഞ്ഞ പരിപാടി 9:15 തുടങ്ങിയത്. ആ സമയമായപ്പോഴേക്കും വലിയ രീതിയിലുള്ള തിക്കും തിരക്കുമാണ് അനുഭവപ്പെട്ടത്. എന്തായാലും മറ്റ് ഗുരുതര പരിക്കുകളൊന്നും ആർക്കും ഇല്ല. നിലവിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചവരുടെ ആരോഗ്യനില ആശ്വാസകരമാണ്. ഈ പരിപാടിക്കെത്തിയ പൊയ്രാച്ചി സ്വദേശിയായിട്ടുള്ള ഒരു യുവാവ് ട്രെയിൻ തട്ടി മരിച്ചു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ സംഭവം. എന്തായാലും പോലീസും ബന്ധപ്പെട്ട അധികാരികളും കൃത്യമായി തന്നെ ഇടപെട്ടു. കൃത്യമായ ഇടവേളകളിൽ വെള്ളവും മറ്റ് ആംബുലൻസ് സൗകര്യങ്ങളും ലഭ്യമാക്കിയത് കൊണ്ടാണ് വലിയൊരു ദുരന്തത്തിൽ നിന്ന് നാട് രക്ഷപ്പെട്ടതെന്ന് അക്ഷരാർത്ഥത്തിൽ പറയാൻ സാധിക്കും. എന്തായാലും വലിയ രീതിയിലുള്ള തിക്കും തിരക്കും ആണ് ഇന്നലെ സംഗീത നിശയ്ക്കിടെ ഉണ്ടായത്. അതിന്റെ ഭാഗമായി തന്നെ വലിയ രീതിയിലുള്ള അറേഞ്ച്മെന്റ്സ് എല്ലാം ഈ സംഘാടകർ ഒരുക്കിയിരുന്നതുമാണ്. പക്ഷേ പ്രതീക്ഷിച്ചതിലും ഉപരി ആളുകൾ, അതായത് ഈ ടിക്കറ്റ് കൗണ്ടറിലൂടെ അല്ലാതെ ഈ ബീച്ചിന്റെ പല വശങ്ങളിലൂടെ ആളുകൾ ഒളിച്ചു കടന്നതാണ് ഇതിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാൻ കാരണമെന്നാണ് ഇപ്പോൾ വിലയിരുത്തുന്നത്. എന്തായാലും നിലവിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചവരുടെ ആരോഗ്യനില തൃപ്തികരമാണ്. എന്നാൽ രാത്രി പരിപാടിക്കെത്തിയ ഒരു യുവാവ് ട്രെയിൻ തട്ടി മരിച്ചു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖാർത്തരമായ കാര്യം. എന്തായാലും ഈ ബീച്ച് ഫെസ്റ്റിവൽ 31 അർദ്ധരാത്രി 1 മണിയോടുകൂടിയാണ് അവസാനിക്കുക. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് ക്രമീകരണങ്ങളെല്ലാം കൃത്യമായി തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ജില്ലാ പോലീസ് മേധാവി ഉൾപ്പെടെയുള്ള ആളുകൾ വ്യക്തമാക്കിയിട്ടുള്ളത്. അരുണിമ. ജോസഫ്, ഈ റാപ്പർ വേടന്റെ സംഗീത പരിപാടി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നിരവധി ആളുകൾ തടിച്ചുകൂടുന്ന ഒരു സംഗീത പരിപാടി കൂടിയായിരിക്കും. അപ്പോൾ ഇതിനു മുൻപ് തന്നെ ഇത്തരത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ഒരുക്കിയിരുന്നു? അരുണിമ, തീർച്ചയായും നിരവധി ആളുകൾ എത്തുമെന്ന് സംഘാടകർ തന്നെ പ്രതീക്ഷിച്ചതാണ്. ഓൺലൈനായി ടിക്കറ്റ് സെയിലിംഗിൽ വലിയ രീതിയിലുള്ള കുതിപ്പുണ്ടാക്കാൻ ഈ സംഘാടകർക്ക് സാധിച്ചു. മാത്രമല്ല, അത് ഓൺലൈൻ അല്ലാതെയും നിരവധി ആളുകൾ ഈ പരിപാടിക്ക് എത്തിച്ചേർന്നു. ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ അറേഞ്ച്മെന്റ്സ് സംഘാടക സമിതി ഒരുക്കിയിരുന്നു. മാത്രമല്ല, പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും ആരോഗ്യ വിഭാഗത്തിന്റെയും എല്ലാം സന്നദ്ധ സേനാംഗങ്ങളും വാളണ്ടിയർമാരെല്ലാം ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ പ്രധാനപ്പെട്ട ഒരു സംഭവം, അതായത് ഈ ബാരിക്കേഡുകൾ തള്ളിത്തകർത്ത് ആളുകൾ വേടന്റെ പരിപാടിയിൽ സ്റ്റേജിന്റെ ആ ഭാഗത്തേക്ക് കടക്കാനുള്ളൊരു ശ്രമം പലപ്പോഴും ഉണ്ടായി. ഇതാണ് ഈ പ്രശ്നങ്ങൾ ഗുരുതരമാക്കിയത്. ഇത് വലിയൊരു സ്ഥലത്ത് നടത്തുന്ന, ഓപ്പൺ എയറിൽ നടത്തുന്ന ഒരു പ്രോഗ്രാമാണ്. അതായത് ബീച്ചിന്റെ സൈഡിൽ നടത്തുന്ന ഒരു പ്രോഗ്രാമാണ്. അതുകൊണ്ട് തന്നെ സ്ഥലപരിമിതി ഉണ്ടായിരുന്നില്ല. പക്ഷേ ആളുകൾ സ്വയം നിയന്ത്രിതരാവാതെ ഇത്തരത്തിൽ ഈ ആവേശഭരിതരായി പലപ്പോഴും ഈ തിക്കും തിരക്കും ഉണ്ടാക്കുന്ന ഒരു സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിയത്. ഈ 80,000 ആളുകളെ നിയന്ത്രിക്കാൻ തക്കവിധ ഒരു ഫോഴ്സ് അവിടെ ഉണ്ടായിരുന്നില്ലെങ്കിൽ കൂടി സംഘാടകർ ഈ കാര്യത്തിൽ കൃത്യമായ ജാഗ്രത പുലർത്തിയിരുന്നു. അവിടെ ഉണ്ടായിരുന്ന സ്ത്രീകളും കുട്ടികളും വെള്ളത്തിന് വേണ്ടി പലപ്പോഴും ചോദിക്കുന്നതൊക്കെ നമ്മൾ നേരിട്ട് കണ്ടതുകൂടിയാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ആ ഒരു ഘട്ടങ്ങളിൽ ഈ സംഘാടകർ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുന്നതും പാടുപെടുന്നതും ഈ പരിപാടി അടക്കം നിർത്തിവെക്കുമെന്ന തരത്തിൽ സംസാരിക്കുന്നതെല്ലാം കേട്ടിരുന്നു.
എന്തായാലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നവരെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ച് സ്ഥിതി വഷളാവാതെ കാത്തു സൂക്ഷിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ കുട്ടികളും സ്ത്രീകളുമാണ് ഈ ശ്വാസതടസ്സം മൂലം ഈ കുഴഞ്ഞു വീഴുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പരിപാടിക്ക് എത്തിയ ഒരാൾ ട്രെയിൻ തട്ടി മരിച്ചു എന്നുള്ളതാണ്. ഈ ഒരു സുരക്ഷാ പ്രശ്നം ഈ ഒരു ബീച്ച് ഫെസ്റ്റിവലിലുണ്ട്. കാരണം ഈ ബേക്കൽ റെയിൽവേ സ്റ്റേഷന് തൊട്ട് സമീപത്തായിട്ടാണ് ഈ ബീച്ച് ഉള്ളത്. ഈ റെയിൽവേയുടെ സ്ഥലത്തുകൂടി അനധികൃതമായി ഈ ബീച്ചിലേക്ക് പ്രവേശിക്കാൻ പലരും ശ്രമിക്കാറുണ്ട്. ഇത് അപകടങ്ങൾ തന്നെ വിളിച്ചു വരുത്തുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിലും സമാനമായ രീതിയിലുള്ള സംഭവങ്ങൾ ഉണ്ടായിരുന്നു. അത് ആവർത്തിക്കപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇത്തവണയും കാണാൻ സാധിച്ചത്. ഇതിൽ സംഘാടകർക്കൊരു പോരായ്മയുണ്ട്. ഇല്ലെങ്കിൽ ഈ ഒരു സ്ഥലം ക്ലോസ് ചെയ്ത് ആ ഭാഗത്തേക്കുള്ള ഒരു എൻട്രി നിരോധിക്കണമെന്നാണ് ഈ വിദഗ്ധരടക്കമുള്ള ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും ഇന്നലെ ഉണ്ടായ സംഭവങ്ങളിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഒന്നും തന്നെ ഇല്ല. അരുണിമ. ശരി, വ്യക്തമാണ് ജോസഫ്. റാപ്പർ വേടന്റെ സംഗീത പരിപാടിക്കിടെയുണ്ടായ തിക്കിലും തിരക്കിലുമാണ് നിരവധി പേർക്ക് പരിക്കേറ്റിരിക്കുന്നത്. കാസർഗോഡ് ബേക്കൽ ബീച്ച് ഫെസ്റ്റിനിടെയാണ് സംഭവം ഉണ്ടായത്. പരിപാടി കാണാനെത്തിയ ഒരു യുവാവിനെ ട്രെയിൻ തട്ടി മരിച്ചു എന്നതാണ് ഏറ്റവും ദുഃഖകരമായ ഒരു വാർത്ത വരുന്നത്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് ജോസഫ് അഗസ്റ്റിനാണ്.